നമസ്കാരം. മലയാള ജാലകത്തിലേക്ക് സ്വാഗതം. പൗരസ്ത്യ സാഹിത്യത്തിലെ വളരെ പ്രധാനപ്പെട്ട ചില കൃതികളാണെന്ന് പരിചയപ്പെടുന്നത്. ആദ്യത്തേത് ധന്യാലോകം. ധന്യാലോകം രചിച്ചിട്ടുള്ളത് ആനന്ദവർദ്ധനാണ്. അപാരേ കാവ്യ സംസാരേ എന്ന് തുടങ്ങുന്ന കവിപ്രശംസ ഈ കൃതിയിലേതാണ്. രണ്ടാമത്തത് കാവ്യപ്രകാശം. ഈ കൃതി രചിച്ചിട്ടുള്ളത് മമ്മടൻ. പിന്നീട് വരുന്നത് കാവ്യാലങ്കാരം. കാവ്യാലങ്കാരം എന്ന പേരിൽ രണ്ടുപേര് കൃതികൾ രചിച്ചിട്ടുണ്ട്, ഭാമഹനും രുദ്രണനും. അവർ രണ്ടുപേരും രചിച്ചിട്ടുള്ള കൃതിയുടെ പേര് കാവ്യാലങ്കാരം എന്ന് തന്നെയാണ്. പിന്നീട് വരുന്നത് കാവ്യാദർശം. കാവ്യാദർശം എന്ന കൃതി രചിച്ചിട്ടുള്ളത് ദണ്ഡി എന്ന ആചാര്യനാണ് കാവ്യാദർശം രചിച്ചിട്ടുള്ളത്. പിന്നീട് വരുന്നത് കാവ്യമീമാംസ. കാവ്യമീമാംസ രാജശേഖരൻ്റെ കൃതിയാണ്. ഈ കൃതിയിലാണ് സരസ്വതിപുത്രനായ കാവ്യപുരുഷനെ പറ്റിയെല്ലാം വിശദീകരിക്കുന്നത്. രാജശേഖരൻ ഈ കൃതിയിലാണ്. ധന്യാലോകം ആനന്ദവർദ്ധനൻ, കാവ്യപ്രകാശം മമ്മടൻ, കാവ്യാലങ്കാരം എന്ന പേരിൽ ഭാമഹനും രുദ്രണനും കൃതികൾ രചിച്ചിട്ടുണ്ട്. കാവ്യാദർശം ദണ്ഡി, കാവ്യമീമാംസ രാജശേഖരൻ. നന്ദി.